ദില്ലിയിലെ ബി.ജെ.പിയുടെ വിജയാഘോഷ പരിപാടികൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് JNU യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ചില സഖാക്കന്മാരും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നടക്കം വന്നുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് മാത്രം പ്രത്യേകം അവിടെ പഠിക്കാൻ വേണ്ടി വന്ന് രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സുഡാപ്പി ഭീകരന്മാരും ഇവന്മാരാരും തന്നെ ഇപ്പോൾ പുറത്തിറങ്ങാതെ JNUവിലെ ഹോസ്റ്റലുകളിൽ അതിസുരക്ഷിതമായിട്ട് ഭയാനകരമായിട്ട് അവന്മാർ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും അടി കിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. കാരണം അതുപോലത്തെ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവന്മാരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം JNU എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റിയിലെ പല വിദ്യാർത്ഥികളും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ തിഹാർ ജയിലിൽ പലപ്പോഴായിട്ട് കിടന്നിട്ടുണ്ട്. നമുക്കറിയാം ഉമർ ഖാലിദ് അടക്കമുള്ള ചില ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള ആസാദി മുഴക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. ഈ ആസാദി മുഴക്കുന്നത് ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും തകർക്കണം എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്നു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണം, പൗരത്വ ഭേദഗതി ബില്ല് അത് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രത്യേക പുകമറ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും ചില മാധ്യമ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കലാപരിപാടികൾ ഇവന്മാർ നടത്തിപ്പോരുന്നുണ്ട്. ഒരു തർക്കമില്ല. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത 2014 മുതൽക്കാണ് വന്നത്. നമ്മുടെ രാജ്യത്ത് ഗോക്കളെ വധിക്കുന്നതിന്റെ പേരിൽ ഇവിടെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളുകൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി ബില്ല് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂട്ടത്തിൽ അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു വാദം അല്ലെങ്കിൽ അസഹിഷ്ണുത രാജ്യത്ത് വലിയ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ JNU യൂണിവേഴ്സിറ്റിയിൽ നടന്ന പല പ്രതിഷേധ പരിപാടികളിലും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും പാകിസ്ഥാന് ജയ് വിളിക്കുന്ന തരത്തിലേക്കുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിളിച്ചവന്മാര് ഇന്ന് പലരും ആ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, പലരും പല രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പോയി പലരുടെയും പേരിൽ UAP അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ അല്ലെങ്കിൽ NIA അടക്കം പല രീതിയിലുള്ള നിരീക്ഷണത്തിലാണ് പലരും. പക്ഷെ ഇപ്പോഴും ഇതിനുള്ളിൽ ഒരു പരിധി വരെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന ചില ദുഷിച്ച ശക്തികളുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീന വലയത്തിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ JNU സർവകലാശാലയുടെ അകത്ത് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. പുറത്തേക്ക് പോകാൻ അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ഭയപ്പാടാണ്. കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് ചെവിക്കുറ്റിക്ക് നോക്കി ഇവന്മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ല. അത് കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം കണക്കുകൾ ഒരുപാട് മോദിക്ക് തീർക്കാനുണ്ട് അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് തീർക്കാനുണ്ട്. കാരണം കണക്കെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു തരം ആളുകൾ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തിട്ടുള്ള ഇതുപോലെയുള്ള ദുഷിച്ച ശക്തികളുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള BJP വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഉമാർ നടത്തിയിട്ടുള്ളത്. 2014 മുതൽക്ക് ഇത് വ്യാപകമാണ്. 2014 മുന്നിൽ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. JNU സർവകലാശാലയിൽ ഇതുപോലെയുള്ള കലാപരിപാടികൾക്കൊക്കെ വളരെ പ്രശ്നങ്ങൾ കുറവായിരുന്നു. ഇതിൽ ഒരു കോൺഗ്രസിന്റെ കൂട്ടുപിടുത്തം വന്നത് ഈ BJP 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഇതിൽ പ്രധാനമായിട്ട് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും നിരന്തരമായിട്ടുള്ള പല രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിശീലനം പോലെയായിരുന്നു ഉമാരുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളും പ്രകടനങ്ങളും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ ഇതിന്റെ പുറകെ പോകുന്ന സമയത്ത് കാര്യം വ്യക്തമാണ്. രാജ്യവിരുദ്ധ ശക്തികളുടെ വലിയ രീതിയിലുള്ള ലക്ഷ്യം ഈ സ്ഥലങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ JNUക്കൊപ്പം ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ജാമിയ മിലിയ എന്ന് പറയുന്ന മറ്റൊരു സർവകലാശാല കൂടി ഇതുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിനകത്തുള്ളവന്മാരും ഇതുപോലെ തന്നെയാണ്. പല ആളുകളുമുണ്ട് ഇതിന്റെ അകത്ത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനും കൃത്യമായിട്ട് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ സംവിധാനങ്ങളുടെ പേരിൽ പല രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാവരും ഇപ്പോൾ പേടിച്ച് വിറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിലം തൊടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണം. കെജ്രിവാൾ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുത്തിട്ടുള്ളത്? കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന്
ഒരു പ്രസ്താവന പോലും ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം ഡൽഹിയെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെ പോക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ പൈസയാണെങ്കിലും അതുപോലും കട്ടെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന രീതിയിലാണ് ആം ആദ്മി ഈ രാജ്യത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു തർക്കമില്ല. അപ്പോൾ ഇതിന്റെ പേരിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലായിട്ട് തന്നെയാണ് ഇവരെല്ലാം ഒടിച്ചു കൂട്ടിക്കൊണ്ട് ഇപ്പോൾ അധികാരത്തിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ഈ അധികാര സംവിധാനം BJPയുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഇനി ദില്ലി ഭരണം എന്നുള്ളത് മാത്രമല്ല, ആം ആദ്മി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിവേര് പൂർണ്ണമായിട്ട് പിഴുതെറിയുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് 1% പോലും തർക്കമില്ല. അത്രത്തോളം വലിയ രീതിയിൽ ഇവിടെ ഈ രാജ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ പെരും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഒരിക്കലും വിശ്വാസത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളെല്ലാം തന്നെ ജനങ്ങളെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഇത് രാജ്യവിരുദ്ധമാണ്, രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ള സംവിധാനങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാണ് നരേന്ദ്രമോദിയും അമിത്ഷാ എന്നുള്ള തർക്കമില്ല. കൂട്ടത്തിൽ അദ്ദേഹത്തെ നിലംപരിശാക്കിയ പർവേഷ് വർമ്മയടക്കമുള്ള പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കന്മാര് ഒരുപാട് നാളുകളായിട്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ കൃത്യമായിട്ട് ഓരോ സമയങ്ങളിൽ അത് എത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ചുക്കാൻ പിടിക്കാനും അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അപ്പോൾ ഒരു തർക്കമില്ല, ഭാവിയിൽ കേരളത്തിലടക്കം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള സാധ്യതകളുമുണ്ട്. ഈ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJPയുടെ പ്രവർത്തിച്ചു പോരുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്ന് തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും തർക്കമില്ല. അപ്പോൾ ഇത് തന്നെയാണ് JNUവിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ JNUവിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ വിഭാഗമാണ്, എല്ലാവരും പറയാൻ പറ്റില്ല. കാരണം രാജ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷെ ഇതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. ഇതിനേക്കാൾ ഊർജ്ജം ഇവന്മാർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്, ഇതിനുള്ള പണം എവിടെ നിന്നാണ് ലഭിച്ചത്, ഇതുപോലെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയാണ് JNUവിലെ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ കൃത്യമായിട്ട് അഴിയെണ്ണാൻ പോകുന്നത്. ഇവർക്കെതിരെയുള്ള അല്ലെങ്കിൽ ജാമിയ മിലിയ സർവകലാശാലയിലുള്ള പല ആളുകളും ഇനി കൃത്യമായിട്ട് അഴിയെണ്ണാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെയുള്ള കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, സിദ്ദിഖ് കാപ്പനെ പോലെയുള്ള ആളുകൾ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. PFI പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് എന്ന് പറയുന്ന പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതികൾ എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ UP പോലീസ് കൃത്യമായിട്ട് 5000 പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദില്ലിയിൽ ഇവർക്ക് BJP അധികാരത്തിൽ ഉണ്ടെങ്കിൽ, കേന്ദ്രം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ സംസ്ഥാന ഭരണത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ രീതി അനുസരിച്ച് ഇവർക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ ചെയ്തിരുന്ന ദുഷ്പ്രവർത്തികൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ജനങ്ങൾ കൊടുത്തത്. ജനങ്ങൾ ഒരു വടിയാണ് ഇപ്പോൾ BJPയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള JNU പോലെയുള്ള സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന പല രീതിയിലുള്ള മനോഭാവക്കാര്, രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ ആ ഒരു രോഗം ബാധിച്ച ചില ആളുകളുണ്ട്. ഇവന്മാരെയൊക്കെ അടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള വടി തന്നെയാണ് ദില്ലിയിലെ ജനങ്ങൾ BJPക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ല. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വെടുപ്പായിട്ട് ചെയ്യാൻ അറിയാമെന്നുള്ളത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ വിഷയത്തിലും അടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത് പ്രവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ രീതിയിൽ ഭയത്തിലാണ്, പേടിയാണ്. അതിന്റെ പേടിയുടെ കാരണം ഇതെല്ലാമാണെന്നുള്ളതിൽ 1% പോലും തർക്കമില്ല. വന്ദേ മാതരം.